ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി IG ഹമീദിനോട് പറയുക, വിഷ്ണുവേട്ടന് വേണ്ടി ഞങ്ങൾ പോയിരുന്ന സ്ഥലത്തെ ആ ഫോറസ്റ്റ് ഗാർഡും ഞങ്ങൾ താമസിച്ചിരുന്ന ആൾക്കാരും എല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരികയും ചെയ്യും. നിങ്ങൾക്ക് തെളിവിനായിട്ട് വേണമെങ്കിൽ ഞാൻ അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് നിരത്തി നിർത്താം. അത് കേട്ടിട്ട് IG പറയുക, നിങ്ങൾ ഇത്ര കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് സാറേ പറയുന്നതല്ലല്ലോ, തെളിവ് നിരത്തി പ്രൂവ് ചെയ്യുമല്ലേ. സാഹചര്യ തെളിവുകൾ എതിരാണെങ്കിൽ വിഷ്ണുവേട്ടനെ സംശയിക്കുന്നതിൽ കാര്യമുണ്ട്. ഇത് വെറും ഒരു വഴക്കിൻ്റെ പേരിൽ, അത് മുന്നേ നടന്ന ഒരു വഴക്കിൻ്റെ പേരിലാണ് സംശയിക്കുന്നത്. അതിൻ്റെ പേരും പറഞ്ഞ് ഒരാളെ കൊന്നുവെന്ന് പറയുന്നത് ജോലി ചെയ്യാനുള്ള മടിയാണ് കാണിക്കുന്നത്. അതിന് ഞാൻ പച്ചമലയാളത്തിൽ പറയുവാണെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടി. ഇതൊക്കെ എന്ന് നിർത്തുന്നു അന്ന് മാത്രമേ കേരള പോലീസ് നന്നാകത്തുള്ളൂ. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുമാണ് അവരെ സംരക്ഷിക്കേണ്ടവരല്ലേ പോലീസുകാർ. അല്ലാതെ അവരെ കുറ്റക്കാരാക്കി ഇങ്ങനെ പെടുത്തുന്നതല്ലല്ലോ നല്ലത്. ജനങ്ങളിൽ നിന്നും അകലാതെ ജനങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ ജനമൈത്രി എന്ന് ബോർഡ് വെക്കാറില്ലേ സാർ? പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ മനസ്സറിയാനുമുള്ള ഒരു മനസ്സാണ് ആദ്യം പോലീസുകാർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നാലേ അവർ കാക്കി കണ്ടാൽ ബഹുമാനിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് യാതൊരു ബഹുമാനവും ഉണ്ടാകത്തില്ല. അതിനുള്ള ഇട വരുത്തരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ശാലിനി പറഞ്ഞതൊക്കെ കേട്ട് IG ഹമീദ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. കാരണം ശാലിനി പറഞ്ഞതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണല്ലോ. എന്തു പറയാൻ, അബൂബേക്കർ പറഞ്ഞതനുസരിച്ചാണ് വിഷ്ണുവിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അല്ലാതെ പ്രത്യേക തെളിവുകളൊന്നും IG കയ്യിലില്ലല്ലോ. ശാലിനി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ എല്ലാ തെളിവുകളുമായി വീണ്ടും വരാം. ഇവിടെ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും. വിഷ്ണുവേട്ടൻ അങ്ങനെ ഒരു കൊല ചെയ്തിട്ടില്ലെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വിഷ്ണുവേട്ടനൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ പേരിലുള്ള ഏത് രീതിയിലുള്ള കേസാണെങ്കിലും ഞാനത് നേരിടുകയും ചെയ്യും. ഇനിയും വിഷ്ണുവിനെ അവിടെ പിടിച്ചു നിർത്തിയാൽ പണി പാളുവെന്ന് മനസ്സിലാക്കിയ ഹമീദ് പറയുന്നു, താനിപ്പോൾ പൊയ്ക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും എന്ന് പറയുന്നുണ്ട് വിഷ്ണുവിനോട്. ശാലിനി ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് IGക്ക്. അതായത് തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം, അതിനുവേണ്ടി ഒരു നിരപരാധിയാകരുതെന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് ശാലിനി വിഷ്ണുവിനെയും കൂട്ടി പുറത്തു വരുവാണ്. ദൈവമേ, ശാലിനി അറിയുന്നുണ്ടോ യഥാർത്ഥ തെറ്റുകാരാരാണെന്ന്? സ്വന്തം അമ്മയും അച്ഛനുമാണെന്ന് അത് ശാലിനി അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിഷ്ണുവും ശാലിനിയും കാറിൽ കയറി പോവുകയാണ്. വിഷ്ണുവിൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്. അത് ശാലിനി വാച്ച് ചെയ്യുന്നുമുണ്ട്. ഈ സമയം രാഘവേട്ടൻ രാത്രി അത്താഴമൊക്കെ കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് ബഹളം വെക്കുക. എൻ്റെ ഫാമേ, ഞാൻ കുറച്ച് നേരമായി ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ രാഘവേട്ട പണ്ടത്തെ പ്രായമൊന്നുമല്ല ഓടിച്ചാടി വന്ന് എനിക്ക് ജോലി ചെയ്യാൻ. അത് മാത്രമല്ല 3-4 കൈയും ഒന്നുമില്ല. പറയുമ്പോഴേ ഓടിക്കൊണ്ടുവന്ന് ഇതൊക്കെ അങ്ങോട്ട് നിരത്തി വെക്കാൻ. ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ കറി എന്തേ? എൻ്റെ രാഘവേട്ട ഞാനൊന്ന് കൊണ്ടുവരട്ടെ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ ഒന്നും അറിയാത്ത പോലെ രാഘവേട്ടൻ്റെ പെരുമാറ്റം. നമ്മുടെ രാഘവേട്ടൻ അങ്ങനെ സത്യാമ്മയുടെ മുന്നിൽ ഒരു ഡിമാൻഡ് വെക്കുക. ഇനി എന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എല്ലാം കൊണ്ടൊന്ന് ടേബിളിൽ നിരത്തി വെച്ചിട്ട് മാത്രമേ എന്നെ വിളിക്കാവുള്ളൂ. ഓരോന്ന് എടുത്തുകൊണ്ട് വരാൻ ഓരോ മണിക്കൂർ. ഇനി എല്ലാം കൂടെ കൊണ്ട് നിരത്തി വെച്ചിട്ട് വേണം എൻ്റെ രാഘവേട്ട, എന്നിട്ട് വേണം ചൂട് പോയെന്നും പറഞ്ഞ് കിടന്ന് വിളിച്ചു പോവാൻ. അല്ല ഫാമേ, നീ എന്താ ഒന്നും പറയാത്തത്? നിങ്ങൾ പറയുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പിന്നെ എന്തോ പറയാന്? നമ്മൾ നമ്മുടെ വീട്ടോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നീ ഒന്നും പറയുന്നില്ലല്ലോ. പോകണമെന്നോ പോകണ്ടെന്നോ അങ്ങനെ ഒന്നും നീ പറയുന്നില്ലല്ലോ. അതെന്താണെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അപ്പോഴങ്ങോട്ട് നമ്മുടെ ഓട്ടോശ്രീ ഓട്ടോ കമലൻ ഓടിച്ചോണ്ട് വരികയാണ്. സത്യാമ്മയും രാഘവേട്ടനും വിഷ്ണു വരുന്നതെന്ന് വെച്ച് പറയുന്നുണ്ട്. ആ വിഷ്ണു വരുന്നുണ്ട്, എന്നാലേ അവനും കൂടെ വിളമ്പി വെക്ക് ഫാമേ, ഒന്ന് വേഗം എടുത്തു വൈ ഫാമേ, അതിന് രാഘവേട്ട അവൻ അകത്തോട്ടൊന്ന് വന്നോട്ടെ എന്ന് പറയുമ്പം കമലൻ സത്യാമ്മയെന്ന് വിളിക്കുന്നു. അല്ല, അത് കമലൻ്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ആഹാ, നല്ല സമയത്താണല്ലോ ഞാൻ വന്നത് എന്ന് കമലൻ പറയുന്നുണ്ട്. വേണ്ട ഓട്ടോയുടെ താക്കോല്. സത്യാമ്മ ചോദിക്കുന്നു, എടാ അവൻ എന്തിയെ വിഷ്ണു? അപ്പോൾ ആശാന് ജോലി കിട്ടിയ കാര്യമൊന്നും ആശാൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? അത് കേട്ടിട്ട് നമ്മുടെ രാഘവേട്ടൻ പറയുന്നു, സാബു വർഗീസ് സാറ് പറഞ്ഞ ഇൻ്റർവ്യൂ ഇന്നാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ജോലി കിട്ടിയ കാര്യമൊന്നും അവൻ പറഞ്ഞില്ലല്ലോ. സത്യാമ്മ വലിയ സന്തോഷത്തോടെ ചോദിക്കുക, എടാ കമല, ജോലി എവിടെയാണ് കിട്ടിയത്? അത് സത്യാമ്മ, കിട്ടിയത് ഡ്രൈവർ ജോലിയാണെങ്കിലും കിട്ടിയിരിക്കുന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലത്താണ്. രാഘവേട്ടനും സത്യാമ്മയും കൂടെ ഒന്നിച്ച് ചോദിക്കുക, എടാ എവിടാ കിട്ടിയെന്ന് നീ പറഞ്ഞില്ലല്ലോ. അതല്ലേ രസം. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സ്ഥലത്തല്ലയോ ജോലി. എടാ കമല, നീ പറയുന്ന മനസ്സിലാകുന്നില്ലല്ലോടാ. കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഡ്രൈവറായിട്ടല്ലേ
ആശാനും ജോലി കിട്ടിയിരിക്കുന്നത്. പോകുന്നതും വരുന്നതും ഒക്കെ ഇനി ഒരുമിച്ചാകാമല്ലോ. അത് കേട്ടപ്പോൾ രാഘവേട്ടനൊരു സന്തോഷം. പക്ഷെ സത്യമ്മയുടെ മുഖം കടന്തൽ കുത്തിയ പോലെ സത്യമ്മ ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുവാണ്. രാഘവേട്ടൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതെന്തായാലും നന്നായി, ഒരാൾക്കൊരാൾ സഹായത്തിന് എപ്പോഴും ഉണ്ടാവുമല്ലോ. അത് കേട്ടിട്ട് തുള്ളുവാണ് സത്യമ്മ. എന്തോ ഉണ്ടാവുമെന്ന്. അവൾക്ക് ചായ മേടിച്ചു കൊടുക്കാനും അവളുടെ ഫയല് പൊക്കിക്കൊണ്ട് നടക്കാനൊന്നും എൻ്റെ മകനെ കിട്ടില്ല. അയ്യോ വന്നോ, പറഞ്ഞത് അബദ്ധമായി പോയോ എന്നിങ്ങനെ ഫയന് നിൽക്കുവാണ് നമ്മുടെ കമലൻ. രാഘവേട്ടൻ പറയുന്നു, ഫാമേ അത് അവൻ്റെ ജോലിയാ, ഞാനെന്ന് സമ്മതിക്കത്തില്ല രാഘവേട്ട. എൻ്റെ മകനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കമലൻ സത്യാമേ അത് എന്നിങ്ങനെ പറയുമ്പോഴേ മിണ്ടിപ്പോകരുതാ നീയൊക്കെ കൂടെ ചേർന്നാ എൻ്റെ മോനെ കുഴിക്കൊണ്ട് ചാടിച്ചത്. ഫാമേ നീ കാര്യം അറിയാതാ സംസാരിക്കുന്നത്, എനിക്കൊരു കാര്യം അറിയണ്ടെന്ന് പറഞ്ഞില്ലേ. എൻ്റെ മകനെ അവളുടെ വേലക്കാരനാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. വിഷ്ണു ഈ ഡ്രൈവർ ജോലി എടുത്തതിൽ നിന്ന് ശാലിനിയുടെ മുഖം ആകെ സങ്കടത്തിലാണ്. ആകെ വിഷമിച്ചിരുന്നുകൊണ്ടാണ് ഓഫീസിലെ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വിഷ്ണു ചായയും കൊണ്ട് വരുവാണ്. ചായ കൊണ്ടുവരുമ്പം തന്നെ അവിടെ തട്ടുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു അയ്യോ സോറി മാഡം എന്നും പറഞ്ഞ് ആ ചായ ശാലിനി ഇരിക്കുന്ന ആ ടേബിളിൽ വെച്ചിട്ട് ശാലിനിയെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. ശാലിനി ചോദിക്കുന്നു, ആ ഫയൽ എവിടെ? അത് ഞാൻ കൊണ്ടുവരാം മാഡം, എനിക്കതൊന്നും അറിയണ്ട. 5 മിനിറ്റിനുള്ളിൽ ആ ഫയൽ ഇപ്പോൾ എൻ്റെ ടേബിളിൽ എത്തണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടെ ശാലിനിയെ നോക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഗെറ്റ് ഔട്ട് എന്നിങ്ങനെ ശാലിനി ദേഷിച്ച് പറയുവാണ്. വിഷ്ണു സങ്കടത്തോടെ ശാലിനി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശാലിനി ഭയങ്കര ഗമയിലിങ്ങനെ നടന്നു പോവാണ്. എടുക്കാൻ പറ്റുന്നതിലും അധികം ഫയലും ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ പുറകെ ഇങ്ങനെ ഓടി വരുവാണ്. ശാലിനി ഇങ്ങനെ തല ഉയർത്തി ഭയങ്കര ഗമയെ നടന്നു വരുന്ന പോലാണ്. ഇതൊക്കെ നമ്മുടെ സത്യാമ്മ ഇങ്ങനെ മനസ്സിൽ കൂടെ കാണുന്ന കാഴ്ചകളാണേ. എന്നിട്ട് സത്യാമ്മ ദേഷ്യം കൊണ്ട് വിറച്ചിട്ട് കമലിനോട് പറയാം, എടാ ഈ ജോലി ഇന്നത്തോടെ നിർത്തിക്കോളാൻ പറയണം നിൻ്റെ ആശാനോട്. ഇല്ലെങ്കിലേ സത്യഭാമയുടെ തനി സ്വരൂപം എല്ലാവരും അറിയും. ഇനി എന്തോന്നറിയാനാ സത്യാമ്മയുടെ തനി സ്വരൂപത്തിൻ്റെ കാര്യം കൊണ്ടാണല്ലോ ഈ നിലയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. രാഘവേട്ടൻ കമലിനെ നോക്കിയിട്ട് പറയുന്ന, ഞാൻ എന്ത് ചെയ്യാനാ, ഇവിടെ സ്വഭാവം ഇങ്ങനെ തന്നെ, ഇത് ജന്മം മാറാൻ പോകുന്നില്ല, ഞാൻ തന്നെ ഇവിടെ പാടുപെട്ടാ കഴിയുന്നത്. ശാരദാമ്മയുടെ വീട്ടിൽ സത്യമോളും പപ്പിമോളും എന്തൊക്കെ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുവാണ്. അവരുടെ അടുത്തൊരു ശാരിക വന്നിരിക്കുന്നു. ശാരദാമ്മ രണ്ടുപേർക്കും കുടിക്കാനുള്ള പാലുമൊക്കെ ആയിട്ട് വന്നിട്ട് ചോദിക്കുന്നു, ആഹാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുവാണോ? ശാരികാൻ്റെ ശല്യപ്പെടുത്തുകയൊന്നും ചെയ്തില്ലല്ലോ. ശാരദാമ്മയ്ക്ക് അറിയാവോ, ഞങ്ങളെ പുതിയതായിട്ട് വരാൻ പോകുന്ന കുഞ്ഞുവാവയ്ക്കുള്ള പേരുകൾ കണ്ടുപിടിക്കുക. പപ്പി പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ അതിനുള്ള പേരുകളൊക്കെ ഞാനാണ് ഇടുന്നത്, സത്യ പറയുന്ന ആൺകുട്ടിയാണെങ്കിൽ അതിനുള്ള പേര് ഞാനാണ് ഇടുന്നത്. അങ്ങനെ രണ്ടുപേരും പേരുകൾ ഇട്ട് പഠിക്കുവാണ്. പെട്ടെന്ന് ശാരിക ഒന്നും ഓർക്കാതെ ഒരു മണ്ടത്തരം വിളിച്ച് പറയാം, അന്നേരമേ അത് നിങ്ങളെപ്പോലെ ഇരട്ടക്കുട്ടികളാണെങ്കിലോ. അത് കേട്ടതും ശാരദാമ്മ അങ്ങ് ഞെട്ടിപ്പോയി. ശാലിനി അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് വരുന്നത്. സത്യ പെട്ടെന്ന് ചോദിക്കുന്നത്, ഇരട്ടക്കുട്ടികളോ? അപ്പോൾ ഞാനും പപ്പിയും ഇരട്ടക്കുട്ടികളാണോ? പപ്പി ചോദിക്കുന്ന ഇരട്ടക്കുട്ടികളെന്ന് വെച്ചാലേ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന ട്വിൻസുകളല്ലേ, ഞങ്ങളെങ്ങനെ ട്വിൻസ് ആകുന്നത് എന്ന് പപ്പി ചോദിക്കുമ്പോൾ ശാലിനി അവിടെ നിന്ന് വിറയ്ക്കുക. പെട്ടെന്ന് ഓടി വന്നിട്ട്, അത് മക്കളെ ശാരിയാൻ്റെ ചുമ്മാതെ പറഞ്ഞതാ, നിങ്ങളെങ്ങനെ ട്വിൻസ് ആകുന്നത്? നിങ്ങളെ രണ്ടമ്മമാരുടെ വയറ്റിൽ പിറന്നതല്ലേ? അങ്ങനെയല്ലേ അമ്മേ എന്നൊക്കെ ശാലിനി പറയുന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊരു ഡൗട്ട് തോന്നാകുകയില്ല. ശാരദാമ്മ പറയുന്നു, മക്കളെ ഈ ശാരിയാൻ്റെക്ക് ഒന്നും അറിയില്ല, ചുമ്മാതെ പറയുന്നത് ഇങ്ങനെയൊക്കെ. ഇനി എന്തായാലും ഒറ്റയായാലും ഇരട്ടയായാലും ജനിക്കുന്ന കുട്ടികൾക്ക് നല്ല ആരോഗ്യത്തോടെ ആകട്ടെ അല്ലേ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ സത്യയ്ക്ക് വീണ്ടും സംശയമാണ്. ശാരദാമ്മേ, ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളുടെ ബർത്ത്ഡേ ഒന്നിച്ചായിരിക്കത്തില്ലേ? ശാലിനി ശ്വാസം അടക്കി പിടിച്ചിരിക്കുക, എന്ത് പറയണമെന്നറിയാതെ. ശാരദാമ്മ പറയുന്നത്, എന്തിനാ മക്കളെ നമ്മളൊക്കെ ആലോചിക്കുന്നത്, എന്തായാലും ശാരിക ആൻറ്റിക്ക് ഇരട്ടക്കുട്ടികളായിരിക്കത്തില്ല. പപ്പിമോള് ശാലിനിയോട് ചോദിക്കുന്നു, ചേച്ചി അമ്മേ, ഈ ട്വിൻസായിട്ട് ജനിക്കുന്ന കുട്ടികളെ ഒരേപോലെയല്ലേ ഇരിക്കുന്നത്? ശരിയാ മോളെ, ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കത്തില്ല, പിന്നെ ഭയങ്കര സ്നേഹവും ആയിരിക്കും. എങ്കിലേ ഞാനും സത്യം ട്വിൻസായാൽ മതിയായിരുന്നു. കുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ ശാലിനി പെട്ടെന്ന് പറയുന്നു, മതി നിങ്ങൾ പേരൊക്കെ എഴുതി കളിച്ചത്, ഇനിയേ പോയാൽ പാലെടുത്ത് കുടിച്ചിട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ് എന്നൊക്കെ മക്കളോട് പറയുവാണ്. അങ്ങനെ കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ ശാരദാമ്മ പറയുക, കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബുദ്ധിയാണ്, അമ്മയെപ്പോലെ തന്നെ. എന്തെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ വായിന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ പിടിച്ച് 100 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്.
ശാരിക പറയുന്നു, അല്ലെങ്കിൽ തന്നെ അവർക്ക് ഇപ്പോഴേ എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയാന്ന് ശാരദാമ്മയും സമ്മതിക്കുന്നുണ്ട്. കുട്ടികൾ വളർന്നു വരുമല്ലേ, അതനുസരിച്ച് അവരുടെ മനസ്സും വളരും. ശാലിനി ശാരികയോട് ചോദിക്കുന്നു, ചേച്ചിയും രാജു സാറും കൂടെ ഈ അടുത്ത സമയത്ത് എന്തെങ്കിലും വഴക്കുണ്ടായോ? ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ രാജീവ് സാറ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യത്തെ കുഞ്ഞ് അബോർട്ടായത് മുതൽ രാജീവേട്ടൻ എന്നിൽ നിന്ന് അകന്നതാ. ഈ റിസർച്ച് എന്നും പറഞ്ഞ് പോയത് തന്നെ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാ. മനുഷ്യൻ ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിയാത്തതും ഇനി ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്തതുമായ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്നവരുടെ പിന്നിലത്തെ യഥാർത്ഥ മുഖം. ആ മുഖത്താണ് അവരുടെ ക്രൂരതകൾ മുഴുവനും ഒളിഞ്ഞിരിക്കുന്നത്. ദേഷ്യവും വൈരാഗ്യവും സങ്കടവും പകയും എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ ആ മുഖം നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അവരത് നമ്മളെ കാണിക്കുന്നില്ല. അതാണ് ശരി. ചിലർ പറയാറില്ലേ അവനിൽ ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് രാജീവേട്ടൻ അങ്ങനെ ഒരാളാണോ എന്ന്. US റിസർച്ച് എന്നും പറഞ്ഞ് പോയിരിക്കുന്നത് തന്നെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകയുടെ കൂടെയാണ്. ചോദിച്ചാൽ പറയും അസിസ്റ്റൻ്റ് ആണത്രേ. എന്തിൻ്റെ അസിസ്റ്റൻസാ? വിശ്വസിക്കാനാകാതെ ശാരദാമ്മ ചോദിക്കുന്നു, മോളെ നീ എന്തുവാ പറയുന്നത്? അതേമ്മേ, അങ്ങനൊരു ബന്ധം അയാൾ അതിനോടൊപ്പം കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് സ്നേഹം പകുതിയായി പോകുന്നതിലല്ലമ്മേ പരാതി, ഒട്ടും കിട്ടാതെ പോകുന്നതിലാ. ഞാനും ഒരു പെണ്ണല്ലേ അമ്മേ, എല്ലാവരെയും പോലെ ജീവിക്കണമെന്ന് എനിക്കും ഒരു കൊതിയുണ്ടാവില്ലേ? ശാരിക പറഞ്ഞത് കേട്ടിട്ട് ശാരദാമ്മ പറയുക, എൻ്റെ പൊന്നു മോളെ, ഇവിടെ ഇത് എൻ്റെ രണ്ടാം ഭാഗം കേൾക്കുന്ന കഥ പോലെ ആയി പോയല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ചേച്ചി. ഞാൻ രാജീവ് സാറിനോട് സംസാരിക്കാം. ഇനി ഒരു ശാരദ നമ്മുടെ കുടുംബത്തിലുണ്ടാവില്ല. അങ്ങനെ ആർക്കും എഴുതി തള്ളാനായിട്ട് ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളെ വിട്ടു കൊടുക്കില്ല. നമ്മുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് അച്ഛൻ മറ്റൊരു ബന്ധം തേടി പോയപ്പോഴേ ഇങ്ങനെ ഒപ്പത്തിന് നിൽക്കാൻ നമ്മുടെ അമ്മയ്ക്കൊരു കൈത്താങ്ങില്ലായിരുന്നു. പക്ഷേ ഇപ്പം കാര്യങ്ങൾ അങ്ങനൊന്നും അല്ലല്ലോ. ഏത് വഴിക്ക് നീങ്ങാനുള്ള അവസരങ്ങളും അധികാരവും നമുക്കുണ്ട്. രാജീവ് സാറിനെ ഓർത്ത് ഇനി എൻ്റെ ചേച്ചി കണ്ണീരിനെ ആശ്രയിക്കേണ്ടി വരില്ല. ശാരിക കരയുന്ന കണ്ടുകൊണ്ട് ശാരദാമ്മ പറയുന്നു, എൻ്റെ മോളെ ഈ സമയത്ത് അധികം സങ്കടപ്പെടരുത്, അത് കുഞ്ഞിനെ ബാധിക്കും. ശാരദാമ്മ അങ്ങോട്ട് ദൂരോട്ട് മാറി നിന്നിട്ട് സങ്കടപ്പെടുവാണ്. എൻ്റെ പൊന്നുമോള് അച്ഛനില്ലാത്ത കുട്ടിയെയും കൊണ്ട് ഈ ഹോട്ടൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുമോ എൻ്റെ ദേവി? സത്യമ്മ ഡൈനിങ് ടേബിളിൽ വിഷ്ണുവിനുള്ള ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ട് ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക. വിഷ്ണു വന്നിട്ട് വേണമല്ലോ കച്ചേരി ബാക്കി തുടങ്ങാൻ. സത്യാമ്മയുടെ ആ ഇരിപ്പത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാഘവേട്ടൻ ചോദിക്കാൻ, എന്താ ഫാമ ഇങ്ങനെ ഇരിക്കുന്നത്? നട്ടലിന് പകരമേ വാഴപ്പിണ്ടിയും വെച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ മകനെ ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തിനാ ഞാൻ കൂടുതൽ പറയുന്നത്? നിങ്ങളുടെ സന്തതിയല്ലേ അവൻ. അപ്പോൾ ഇതിൽ കൂടുതലും സംഭവിക്കും. 10 ഗുണം 10 ഗുണം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. ഒരാളുടെ മുന്നിലും തല കുനിച്ച് നിൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാതെ ചുണയുള്ള ഒരാൺകുട്ടിയെ പോലെ ഞാൻ അവനെ വളർത്തിയത്. എന്നിട്ടിപ്പോൾ അവൻ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇതൊന്നും അറിയാതെ നമ്മുടെ വിഷ്ണു ദാണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. ജോലി കിട്ടിയതിൻ്റെ സന്തോഷം മധുരം കഴിച്ചുകൊണ്ട് തന്നെ ആഘോഷിക്കണം എന്നും പറഞ്ഞ് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ടാണ് പാവം വന്നിരിക്കുന്നത്. വിഷ്ണു അങ്ങനെ വലിയ സന്തോഷത്തോടെ അമ്മേ അച്ഛ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സത്യമ്മയോടെ നിന്ന് പുറൂർക്കുക, അവൻ്റെ അമ്മ ഇങ്ങോട്ട് വരട്ടവനാ. വിഷ്ണു വലിയ സന്തോഷത്തോടെ അകത്തോട്ട് കാലെടുത്ത് വെക്കും. എന്തിനാടാ ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ നിൻ്റെ ആരാടാ ഉള്ളത്? വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുക. അമ്മ എന്തോ അമ്മേ പറയുന്നത്? എടാ, ഞാൻ ചോദിച്ചതിനാദ്യം ഉത്തരം പറ. നിൻ്റെ ഇവിടെ ആരായിരിക്കുന്നതെന്ന്. ഞങ്ങൾ നിൻ്റെ ആരാന്ന് പറടാ. എൻ്റെ അമ്മേ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? എൻ്റെ അച്ഛനെയും അമ്മയും മറന്നിട്ട് ഇന്നേ വരെ ഞാൻ യാതൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലല്ലോ. ഇനി ഒട്ട് ഞാൻ അങ്ങനെ പ്രവർത്തിക്കത്തുമില്ല. എന്നിട്ടാണോടാ നീ നിൻ്റെ ഭാര്യയുടെ അടിമയായിട്ട് ജോലി ചെയ്യാൻ പോയെന്ന് ഞങ്ങളോട് പറയാഞ്ഞത്? ഓ, അപ്പോൾ അതാണോ കാര്യം? ഇവിടെ സാബു സാറ് വന്ന് ഉമ്മറത്തിരുന്ന് ജോലിയുടെ കാര്യം പറഞ്ഞതേ എല്ലാവരും കേൾക്കുകയല്ലായിരുന്നോ? അതെന്താ നിങ്ങളെല്ലാവരും വന്ന് കേട്ടതല്ലായിരുന്നോ? ഞാനും കേട്ടതാ എന്ന് രാഘവേട്ടൻ പറയുന്നുണ്ട്. ഇന്ന് നീ ജോലിക്ക് കയറുന്ന കാര്യം നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, നിൻ്റെ ഭാര്യയുടെ കീഴിലാണെന്നും നീ പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താടാ? ആ ജോലി ഞാൻ മുടക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അയ്യോ എൻ്റെ അമ്മേ, അങ്ങനൊന്നും അല്ല കാര്യം. ഇന്ന് രാവിലെ കളക്ടർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനേ അറിയുന്നത് ഞാൻ ശാലിനിയുടെ വണ്ടിയാണ് ഓടിക്കുന്നതെന്ന്. അല്ലമ്മേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സില്ലേ? ഡ്രൈവർ പണി അന്തസ്സുള്ള ജോലി തന്നെ. അതെങ്ങനെ അമ്മ അടിമപ്പണിയാകുന്നത്? എടാ വിഷ്ണു, ഡ്രൈവർ പണി അന്തസ്സുള്ളത് തന്നെ. പക്ഷേ അത് നിൻ്റെ ഭാര്യയുടെ കീഴിൽ ചെയ്യുമ്പോഴാണ് അത് അന്തസ്സില്ലാതാകുന്നത്. കുറഞ്ഞു നുള്ളി നിൽക്കുന്ന സത്യാമ്മയോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി വിഷ്ണുവിന്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യാമ്മ ഇനി എന്തൊക്കെയാണ് വിഷ്ണുവിനെ ആ ജോലിയിൽ നിന്നും മാറ്റാൻ വേണ്ടി ശാലിനിയെ സങ്കടപ്പെടുത്താനും ശാലിനിയോട് ചെയ്യാൻ പോകുന്ന പോരുകളും എന്തൊക്കെയാണെന്നുള്ളത് അറിയാനായി നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം.
എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.